Hello Bookies, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ഗ്രോത്ത് ഓയിലിൻ്റെ വീഡിയോ ആണ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു ഹെയർ ഗ്രോത്ത് ഓയിലിനെ കുറിച്ചിട്ടാണ്. ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എന്താ പറയുക, വലിയ പണിയൊന്നുമില്ല. നമ്മൾ സാധാ ഇപ്പോൾ ഹെയർ ഗ്രോത്ത് ഓയിൽ ഒക്കെ ഉണ്ടാക്കണമെങ്കിലും മറ്റിങ്ങനെ ചെമ്പരത്തി അത് ഇതൊക്കെ ഇട്ടിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് മീൻസ് എണ്ണയും അല്ലാണ്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയിട്ടാണ് ഇതിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ഉണ്ടാക്കണത്. ഭയങ്കര എഫക്റ്റീവാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക മസ്റ്റായിട്ടും. എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു ഓയിൽ റിസൾട്ട് കിട്ടുന്നത് ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും സോപ്പൊന്നും നമ്മൾ ഹെയറിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. ഈ ഇടയായിട്ട് എൻ്റെ ഹെയർ നല്ല രീതിക്ക് കൊഴിഞ്ഞുകൊണ്ടുണ്ടായിട്ട് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരിക്കും. എന്തുമാതിരി കെട്ടുകണക്കിനൊക്കെ മുടിങ്ങനെ എനിക്ക് വരികയായിരുന്നു. അപ്പോൾ ഉമ്മ എനിക്ക് തിളപ്പിച്ച് തന്ന ഒരു ഓയിലാണ്. പിന്നെ ഞാനിപ്പോൾ ഏകദേശം 2 ആഴ്ചയോളമായിട്ടാണ്. പക്ഷെ നല്ല രീതിക്ക് എനിക്ക് റിസൾട്ട് വരുന്നുണ്ട്. കാര്യം ഇവിടെ ബേബി ഹെയർസൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം തലയിൽ താളിയോ പിന്നെ അല്ലെങ്കിൽ ഷാമ്പൂ ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. യൂസ് ചെയ്യുക. കാര്യം ഓവറായിട്ട് ഓയിൽ തലയിൽ നിന്ന് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ എന്ന് പറയുന്നത്. ഈ എണ്ണ ഇവിടെ ബ്ലാക്കും ഇവിടെ വേറൊരു കളറല്ലേ ഞാൻ പറഞ്ഞത്. ബ്ലാക്ക് കളറാണ്, കരിഞ്ജീരകമാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ കരിഞ്ജീരകമൊക്കെ. ഇപ്പോൾ ഇതെന്ന് പറയണത് ഫസ്റ്റ് നമ്മളൊരു എണ്ണ ഒഴിക്കുക, ശേഷം കുറച്ച് കരിഞ്ജീരകം ഇടുക. കുറച്ച് അത്യാവശ്യം വേണ്ടി വരും, കുറച്ചൊക്കെ വേണ്ടി വരും. ഒരു 1/4 കപ്പോ 1/2 കപ്പൊക്കെ വേണ്ടി വരും. എത്രയാണ് എണ്ണ എടുക്കുന്നത് അതനുസരിച്ച് എടുക്കുക. അത് നന്നായിട്ട് തിളപ്പിക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അത് മൂടി വെക്കാം. എടുക്കരുത്, അപ്പം തന്നെ മൂടി വെക്കുക. കുറേ ചൂടാറി കഴിഞ്ഞ ശേഷം ആ എള്ളപ്പാടെ നമ്മൊരു കുപ്പിയിൽ കണ്ടെയ്നറിൽ ഒഴിച്ചു വെക്കുക. ഒഴിച്ചു വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു എള്ളിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് നല്ല രീതിക്ക് പിടിക്കും. എന്നിട്ട് വേണം നിങ്ങൾ അത് പിറ്റേ ദിവസം എടുത്തിട്ട് വേണം തേക്കുക. എന്നാലേ നല്ല രീതിക്ക് ഹെയറിൽ ആ ഒരു എന്താ പറയുക കരിഞ്ജീരകത്തിൻ്റെ എഫക്റ്റ് ഒക്കെ പിടിക്കും. അപ്പോൾ എന്താ പറയുക, കരിഞ്ജീരകം എന്നൊക്കെ പറയാൻ നല്ല രീതിക്ക് ഹെയർ ബ്ലാക്കൻ ചെയ്യും കേട്ടോ. നല്ല രീതിക്ക്. ഇപ്പോൾ ചെമ്പിച്ച കളറുള്ള മുടിയുള്ളവർക്ക് മിക്കവരും ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിക്ക് ഹെൽപ്ഫുള്ളാവും. ഹെയർ ഫോൾ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യും. പിന്നെ എന്താ പറയുക, ബേബി ഹെയർസ് പുതിയത് വളരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നല്ല റിസൾട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, ഇത് എന്ന് പറയുന്നത് മറ്റേ എന്താണ് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ മുടി അങ്ങനെ തളച്ച് വരും അതൊന്നുമല്ല. നമ്മൾ എന്താ പറയുക, ഒരു ടൈം പീരീഡ് വരെ നമ്മൾ അത് തേച്ച് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരേക്കും ബൈ.